गुड मॉर्निंग सर। हाँ, कैसा है मैनेजर? ठीक है साहब। छुट्टी से आ रहे हो? जी। कल क्या में मिलेगा? जी अच्छा। എന്താണ് സ്റ്റേഷൻ മാസ്റ്ററെ? പവിയേട്ടനെ ഉപയോഗിച്ച് ഈ ആഴ്ച വരുമെന്ന് റെഡ്ഡി സാർ കണ്ടപ്പോ പറഞ്ഞു. അച്ഛന്റെ കാര്യം പിറ്റേന്ന് പത്രം കണ്ടപ്പോൾ അറിഞ്ഞത്. ഒരു ടെലഗ്രാം അയച്ചിരുന്നു ഞാൻ. കിട്ടി. എന്തൊക്കെയുണ്ട് കുമ്മാട്ടി? പിന്നെ ഇത് മീനാക്ഷി. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഉമയുടെ അനിയത്തി. ഹലോ. ഹലോ. നേരിട്ട് ആദ്യമായിട്ടാ കാണുന്നെങ്കിലും പവിയേട്ടനും ഉമേശയും പറഞ്ഞ് നല്ലപോലെ അറിയാം. ഇത് ഗിരി. ഞാൻ വരുന്നതിന് മുമ്പ് തന്നോട് പറഞ്ഞിരുന്നില്ലേ ഇയാളെ പറ്റി? പിന്നെ കണ്ടാ വലിയ മാന്യനായിട്ടൊന്നും തോന്നില്ലെങ്കിലും ആൾ അത്രക്കാരനൊന്നുമല്ല. അല്പസ്വല്പം മാന്യതയൊക്കെ ഉണ്ട്, നമുക്ക് വിശ്വസിക്കാം. सब ठीक है ना? ठीक है साहब। ഹായ് മിത്തു. ഹായ് പാപ്പൊച്ചിന്തി. മോളുടെ ഡിയർ ഫ്രണ്ട്. ഇവളുമായി തെലുങ്കിൽ സംസാരിക്കുന്നത് കേൾക്കണം. 3 കൊല്ലായി ഇവിടെ. എന്നിട്ടിപ്പോഴും എനിക്കൊരു വസ്തു തെലുങ്ക് അറിയില്ല. ചേച്ചി തെലുങ്ക് മലയാളത്തിൽ പറയും, അവര് മലയാളം തെലുങ്കിലും പറയും. പിന്നെ പ്രശ്നമില്ല. നിന്റെ അമ്മ എക്കടാ? ఇంట్లో ఉంది. ചേച്ചി തെലുങ്ക് പറയുന്നുണ്ടല്ലോ. എക്കടാ? എക്കടാ അക്കടാ എന്നൊക്കെ പറയും. മിത്തുവിന്റെ വീട് അവിടെയാ. എന്താ അവര് ചെയ്യണേ? മഞ്ഞൾ ഇടിക്കുക. നമ്മുടെ നാട്ടിലെ ആദിവാസികളെ പോലെ ഒരു കൂട്ടരാ. വലിയ സ്നേഹം നമ്മളോടൊക്കെ. എന്ത് പണിക്ക് വിളിച്ചാലും വരും. നല്ല രസമല്ലേ പാട്ട്? ఏంటా అందరూ వచ్చారు? అట్టగా అమ్మ చెల్లెలు కూడా వచ్చింది. వస్తున్నారండి. എങ്ങനെയുണ്ട് മീനാക്ഷി? ആർ യു കംഫർട്ടബിൾ? ഒരു അറിച്ച് നടല്ലേ അല്ലേ? പറഞ്ഞോർമ്മയുണ്ടല്ലോ, ഇന്ന് മുതൽ നമ്മൾ ദുഃഖങ്ങൾക്ക് അവധി കൊടുക്കുകയാണ്. ദുഃഖങ്ങൾക്ക് മാത്രമല്ല, ആവശ്യമില്ലാത്ത ചിന്തകൾക്കും. ഓക്കെ? താഴേക്കില്ലേ അവര് മീനാക്ഷിയെ കാണാൻ. అమ్మా దండాలమ్మా. అమ్మగారు చెల్లెలా? అమ్మా സോറി. साहब ये डाल दो। वो अभी नहीं चाहिए. തലയ്ക്ക് ഇത്തിരി വെളിവ് വന്നോട്ടെ. അയ്യോ, വലിയ ശീലായി പോയി. എന്തായി മട്ടൻ കൃഷ്ണകുടി? യെസ് റെഡി മാഡം. പ്ലേറ്റ്സ് എടുത്തു വെച്ചോളൂ. കുക്കിംഗ് എന്നും പറഞ്ഞ് ഞങ്ങളെ കിച്ചന് കയറ്റാതെ സൗകര്യായി അല്ലേ? ഇപ്പൊ എത്ര എണ്ണമായി? സാറ് നല്ല ഞാൻ രണ്ടെണ്ണം. ഞാൻ 6 ഞാൻ അല്ല ഞാൻ നല്ല കീറ. 4 വെറുതെ. ഓ മുത്തശ്ശിക്ക് ആദ്യം. അങ്കിൾ അത് മറന്നു. ഗിരി ഇരുന്നോളൂ, ഞാൻ വിളമ്പാം. വേണ്ട വേണ്ട വേണ്ട, എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ സാധനം എന്റെ കൈ കൊണ്ട് തന്നെ വിളമ്പണം. ഇപ്പൊ ഞങ്ങള് ഗസ്റ്റും ഗിരി വീട്ടുകാരനുമായി അല്ലേ? എങ്ങനെയുണ്ട്? മീനാക്ഷിക്ക് വേണ്ടി സ്പെഷ്യലായി ഉണ്ടാക്കിയത് കൊണ്ട് താൻ ഇത്തിരി മധുരം കൂടി ചേർത്തു അതിനകത്ത്. എങ്ങനെയുണ്ട് മീനാക്ഷി? നന്നായിട്ടുണ്ട്. മറ്റേ കാര്യം മറ്റേ കാര്യം മറ്റേ കാര്യം. അതെ, ഗിരിയുടെ അഭ്യർത്ഥന മാനിച്ച് ഞാനൊരു സംഗതി ഏറ്റിട്ടുണ്ട്. മലയാളി ക്ലബിന്റെ വാർഷികത്തിന് മീനാക്ഷി ഒരു പാട്ട് പാടുന്നു. അയ്യോ, എനിക്ക് വയ്യ. ഇതൊരുമാതിരി ചതിയായി പോയല്ലോ. അനിയത്തി പാടുന്ന പവിയായിട്ട് ഉറപ്പ് പറഞ്ഞുകൊണ്ടല്ലേ പേര് വെച്ച് നോട്ടീസ് അടിച്ചോളാം ഞാൻ കേജിയോട് പറഞ്ഞത്. ഇത് നോക്കി ചേച്ചി, എന്നോടൊരു വാക്ക് ചോദിക്കാതെ ഈ പവിയേട്ടൻ. ഇനി നീ പാടിയില്ലെങ്കിൽ നാണക്കേട് പവിയേട്ടനാ. മീനാക്ഷി പാടും. നമ്മളെല്ലാരും കൂടെ നിർബന്ധിച്ചാൽ ഇയാള് പാടൂലേ? കേട്ടോ ഗിരി, എന്റെ ഭാര്യയുടെ അനിയത്തി ആയതുകൊണ്ട് പൊഴുത്തല്ല.
അസലായിട്ട് പാടും മീനാക്ഷി. പിന്നെ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കലാതിലകം. വിമൻസ് കോളേജ് പഠിക്കുമ്പോഴേ ഇയാളുടെ ഡാൻസ് കണ്ട് ഒരു പയ്യൻ ആരാധന മൂത്ത് ഇയാൾക്കൊരു പ്രേമലേഖനം എഴുതി ഇല്ലേ? ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു അഖിലചന്ദ്രനെ പറ്റി? അയാള് ചെന്ന് ഈ പയ്യന്റെ മൂക്കിടിച്ച് ചമ്മന്തിയാക്കി പയ്യൻ 10-12 ദിവസം ICU കിടന്നു. പിന്നെ കേസ്, ഗുലുമാല്. ഒടുക്കൻ നീ ഇനി ഒരുത്തന്റെ മുമ്പിലും ഡാൻസ് ചെയ്യാൻ പാടില്ല എന്ന് അഖിലേന്ദ്രന്റെ വക ഒരു ഡിക്ലറേഷൻ. വാചിക്ക് ഇയാൾ ആരാന്നാ? അതോടെ മീനാക്ഷി ഡാൻസ് മാത്രമല്ല പാട്ടും ഒന്ന് നിർത്തി. കണ്ടോ, വെറുതെ എന്തിനാ ഇതൊക്കെ ഇപ്പൊ ഗിരിയോട് പറയാൻ പോയേ? അവളൊന്ന് പ്ലസന്റ് ആയിട്ട് വന്നതാ. ഐ ആം സോറി മീനാക്ഷി. ഈ പവിയേട്ടൻ്റെ ഒരു ലൂസ് സ്റ്റോക്ക്. സോറി ഗിരിയെ ഞാനൊരു അന്യനായി കണ്ടിട്ടില്ല. അതുകൊണ്ട് അല്പ സ്വാതന്ത്ര്യം കൂടുതൽ എടുത്തെന്ന് കരുതിയാൽ മതി. ഒക്കെ ഒരു സ്പോർട്ടീവ് സ്പിരിറ്റിൽ നിൽക്കുന്ന കുട്ടിയല്ലേ താൻ. എന്നിട്ട് ഇങ്ങനെ അപ്സെറ്റ് ആയാലോ? ഒരു പറിച്ചു നടലെന്ന് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ? ഒക്കെ നമുക്ക് വീണ്ടും തുടങ്ങണം. പാട്ട്, ഡാൻസ്, തമാശ. ഗിരി ഉണ്ടാകും കമ്പനിക്ക്. ഈസ് ആൻ എക്സലന്റ് കൊമേഡിയൻ. പുളുവിന്റെ രാജാവാണ് കേട്ടോ. ഗിരി, നമുക്ക് ഈ മീനാക്ഷിയെ ഒന്ന് ഉഷാറാക്കി എടുക്കും. താൻ കണ്ടിട്ടില്ലല്ലോ പഴയ മീനാക്ഷി? അയ്യോ, കാണണം. ഇന്ന് മുതൽ മീനാക്ഷി ഉമാ പഴയ മീനാക്ഷി ആകുമ്പോ അതിന്റെ തുടക്കം ഒന്നോണം. ആഹാരം കഴിഞ്ഞ ഉടനെ മീനാക്ഷി നമുക്ക് വേണ്ടി പാടാൻ പോകും. ആഹാ, ഫസ്റ്റ് ക്ലാസ് പാട്ട് തുടങ്ങാം. അല്ല, ഞാൻ പാട്. എനിക്ക് ട്യൂണറിയില്ല. ട്യൂണറിയില്ല പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? അല്ല, ട്യൂൺ ഞാനൊന്ന് പാടിക്കൊടുക്കാം. പിന്നെയും പിന്നെയും ആരോ കിനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. 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 പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണൂതുന്ന മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണൂതുന്ന മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും ആരോ കിനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പടികടന്നെത്തുന്ന സോറി. ചേട്ടാ, പിന്നെ പ്രശ്നമായോ? അതിനിപ്പോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പാട്. പാടാനോ? എനിക്ക് ഇപ്പൊ കേൾക്കണം നിന്റെ പാട്ട്. അയ്യടാ, ഇതെന്ത് സൂക്കട്? പാതിരായ്ക്ക് ഉറക്കത്തിന്ന് വിളിച്ചുണർത്തിട്ടല്ലേ പാട്ട്? എനിക്ക് കേൾക്കാൻ തോന്നുമ്പോ നീ പാടണം, ഏത് പാതിരക്കായാലും. ഓ, തുടങ്ങിയോ വട്ട്? ഞാൻ പാടാം. ഇവിടെ നിന്ന് തന്നെ പാടാം. മതിയോ? ഇവിടെ ഒന്ന് പാട്. അയ്യടാ, എന്താടി? ചെന്ന് ആഹാരം കഴിക്ക്. കല്യാണിയമ്മേ, ദേവരാൾ എത്തിയുണ്ട് നട്ടപ്പാതിരക്ക്. എത്ര എണ്ണ അകത്താക്കി? വല്ലാണ്ട് ബോറാവുണ്ട് കേട്ടോ. ക്ലബും കൊറേ ഫ്രണ്ട്സും. അവന്മാർക്ക് നിന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അത്രേ. കണ്ട അണ്ടനെ അടകോടനൊക്കെ എന്റെ പാട്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ മാത്രം കേട്ടിട്ടില്ല. ഞാൻ പാടുമ്പോഴൊന്നും കേൾക്കാൻ വരാറില്ലല്ലോ ഇയാള്. എങ്കിപ്പൊ പാട്. ഇപ്പൊ എനിക്ക് വയ്യ. ഇപ്പൊ പാടണം നീ. ഇതെന്ത് ഭ്രാന്ത്? എനിക്ക് വയ്യ പാടാൻ. ഇല്ലോ. പാടേ, പാടാൻ. അഖിൽ, എന്താ ഇത്? വിടവളെ. ഇവളെന്താ ആരാ? ടെൽ മീ അങ്കിൾ,
ഇവളെന്റെ ആരാ? നിനക്ക് അറിഞ്ഞൂടെ? മുറപ്പെണ്ണ്. ഞാൻ കെട്ടാൻ പോണ പെണ്ണല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞവൾക്ക് അനുസരിച്ചാൽ എന്താ? ഇവളെന്താ അനുസരിക്കാത്തത്? ഇവൾക്ക് എന്താ ഇപ്പൊ പാടിയാലേ? ഇപ്പൊ സമയം എന്താ എന്ന് അഖിലിന്റെ വിചാരം? എന്താ ഈ സമയത്ത് പാടിയ കുഴപ്പം? ഈ സമയത്ത് പാടുന്നത് കുറുക്കന്മാരാ. നീ പാടോ ഇല്ലയോ? ഇല്ല ഇല്ലേ? ഇല്ല. അഖില് പോയി കിടക്ക്. ഞാൻ കിടന്നോളാം. അങ്കിൾ പോയിക്കോ, ഞാൻ കിടന്നോളാം. ഇവിടെ പാടിയിട്ട് ഞാൻ പോയി കിടന്നോളാം. ഞാൻ പാടണം, ഇപ്പൊ തന്നെ പാടണം. അത്രല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അച്ഛനിതിൽ ഇടപെടണ്ട. എങ്ങോട്ട്? വരാൻ. ഇങ്ങോട്ട് വലിയ വലി. ഇവിടെ ഇരുന്ന പാടാൻ പോണേ. ഇവിടെ ഇരിക്കേ. നല്ല കാറ്റൊക്കെ കൊണ്ട് നമുക്ക് വിസ്തരിച്ച് പാടാം. ഏത് പാട്ടാ പാടാൻ പോണേ? ഇനി നമുക്ക് പാടാം. പാട്. കേക്കാനില്ല, ഉറക്കെ പാട്. ഞാൻ പാടുണ്ട്, നീ ഫിറ്റ് ആയതുകൊണ്ട് കേൾക്കാത്തതാ. ആണോ? ആ ആഹാ. മീനാക്ഷി, മീനാക്ഷി, ഇതേ ഗിരി പോവാണെന്ന്. താൻ പാടാതെ പോയാലും അവൻ പിണക്കത്തില്ല. ഏയ്, ഇറ്റ്സ് ഓൾ റൈറ്റ്, സാരമില്ല. കവിത ഞാൻ ചേച്ചിയുടെ കൈ കൊടുത്തിട്ടുണ്ട്, പിന്നൊരിക്കൽ പാടിയാൽ മതി. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.